വലിഞ്ഞ് ഇന്റർവ്യൂവിന് തൊട്ടുമ്പോൾ നല്ല വലിയലായിരുന്നു പടം. ഒരു നമുക്ക് സംതൃപ്തിയില്ല, ഒരു കംഫർട്ടബിൾ ഇല്ല പടം. ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ചിരിയാണ് വന്നത്, തിയേറ്ററിൽ ചിരിയായിരുന്നു. ആവറേജാണ്. നമുക്ക് അത്ര വലിയ ഒരു മിറാജ് എന്നുള്ള നമ്മൾ ജിത്തു ജോസഫിനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ, എസ്പെഷ്യലി ആസിഫിലേക്ക് പോകുമ്പോൾ ഒരു റോയൽ മിറാജാണ് പ്രതീക്ഷിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആക്ടിങ് കാര്യമല്ല, പക്ഷേ ടിസ്റ്റുകൾ നമുക്ക് പ്രഡിക്റ്റബിളാണ്. എല്ലാം പഠിക്കണം, നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരുമാതിരി സീരിയൽ ലെവൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പോലെ തോന്നി ഇടയ്ക്ക്. കുറേ സസ്പെൻസ് ഉണ്ട്. ഫസ്റ്റ് ആക്ടിങ് ഒക്കെ കുഴപ്പമില്ല, പക്ഷേ എവിടെയാണ് ഈ സ്ക്രിപ്റ്റിന്, തിരക്കഥയ്ക്ക് എവിടെയാണ് പാളിച്ച് സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. പിന്നെ പടം എഴച്ചിലായതുകൊണ്ട് ആ ഒരു ഫീലുണ്ട്. പടം ആവറേജാണ്, ഒരു പുതുമയില്ല, എല്ലാം പ്രഡിക്റ്റബിളാണ്. ഹായ് ഹലോ, വെൽക്കം ടു ട്രിവാൻഡ്രം ഫൈൻസ്. ഇന്ന് ആസിഫ് അലിയുടെയും അപർണ ബാലമുരളിയുടെയും പുതിയൊരു മൂവി ഇറങ്ങിയിരിക്കുകയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മിറാഷ് എന്ന മൂവിയുടെ ഫസ്റ്റ് ഷോ റിവ്യൂവുമായിട്ടാണ്. നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം ചോദിക്കാം. ടെസ്റ്റുകളുടെ ആറാട്ടാണ് സിനിമ. അങ്ങനെയല്ല, സിനിമ തുടങ്ങി നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വലിയാൻ തുടങ്ങി. വലിഞ്ഞ് ഇന്റർവ്യൂവിന് തൊട്ടുമ്പോൾ നല്ല വലിയലായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് ശേഷം അങ്ങോട്ട് ടെസ്റ്റ് ഉള്ളി തൊലിക്കണ പോലെയാണ് ടെസ്റ്റ്. പിന്നെ ടെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ചിരിയാണ് വന്നത്, തിയേറ്ററിൽ ചിരിയായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു ഉദ്വേഗം അതെല്ലാം അതങ്ങ് പോയി. പിന്നീട് അങ്ങോട്ട് പഴങ്കഞ്ഞി ടെസ്റ്റുകൾ പോലെയായിരുന്നു. കഥ ഇങ്ങനെ നല്ല ഒഴുക്കിനാണ് കൊണ്ടുപോയത്. നമുക്ക് കൺഫ്യൂഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് അവർ ഈ കഥയിൽ തന്നെ പറഞ്ഞ് തീർത്ത് പോകും. സിനിമ തീരുമ്പോൾ നമുക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പുറത്തിറങ്ങി വരാം. നല്ലൊരു നമ്മൾ അവസാനമൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സംഭവങ്ങളാണ് ഈ സിനിമയുടെ അവസാനം ഈ കഥയിലൊക്കെ വരുന്നത്. അടിപൊളിയാണ്. പിന്നീട് അങ്ങോട്ട് ഒരുമാതിരി സീരിയൽ ലെവൽ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ പോലെ തോന്നി ഇടയ്ക്ക്. പക്ഷേ അവസാനം കൊണ്ട് ക്ലൈമാക്സിൽ കൊണ്ട് പടം സ്കോർ ചെയ്തു. എന്താ പറയുക, സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ലൊരു മൂവി. ഭംഗിയായിട്ട് ജിത്തു ജോസഫ് ആക്ടേഴ്സ് പ്രത്യേകിച്ചും ആസിഫ് അലി അപർണയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒപ്പം ഹന്നയും ഹക്കീം ഷായും ഇവരെല്ലാം, പ്രത്യേകിച്ച് അപർണയും ആസിഫ് അലിയും കഥ പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ ഇത് പോകും. അർജുൻ ചെറിയ വേഷം, എന്നാലും ഉള്ള വേഷം വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്, മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. പടം ഒരു നമുക്ക് സംതൃപ്തിയില്ല, ഒരു കംഫർട്ടബിൾ ഇല്ല പടം. അവരുടെ ആക്ടിങ് ഒക്കെ ഓക്കെയാണ്. ആസിഫ് അലിയുടെ അവരെല്ലാം ആക്ടിങ് കാര്യമല്ല, പക്ഷേ ടിസ്റ്റുകൾ നമുക്ക് പ്രഡിക്റ്റബിളാണ്. എല്ലാം പഠിക്കണം, നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ജിത്തു ജോസഫിൻ്റെ ഒരു മാജിക് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നുമില്ല. അർജുനും കുഴപ്പമില്ല, നോർമലായിട്ട് ചെയ്യുന്നവർ. എടുത്ത് പറയാൻ മാത്രം ഭയങ്കരമായ റേഞ്ചിൽ ചെയ്യുന്നതല്ല, മോശമാക്കാതെ ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ആവറേജാണ്. നമുക്ക് അത്ര വലിയ ഒരു മിറാജ് എന്നുള്ള നമ്മൾ ജിത്തു ജോസഫിനെയൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ, എസ്പെഷ്യലി ആസിഫിലേക്ക് പോകുമ്പോൾ ഒരു റോയൽ മിറാജാണ് പ്രതീക്ഷിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എവിടെയൊക്കെയോ നല്ല ടിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വമ്പൻ ടിസ്റ്റൊക്കെ നമുക്ക് ക്ലൈമാക്സിൽ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുക, നല്ല രീതിയിൽ വരുന്നുണ്ട്, പക്ഷേ ആ വരുന്നത് കൊണ്ട് കംപ്ലീഷനിലായിട്ട് എത്തിക്കാൻ സാധിച്ചില്ല. അത് ഇതുവരെ ചെയ്തിട്ടുള്ളതൊന്നും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്പം ബാക്കൗട്ടായിപ്പോയി. പക്ഷേ നമ്മൾ ആസിഫ് അലിയുടെ അഭിനയമൊക്കെ മുഹൂർത്തമൊക്കെ വളരെ നന്നായിരുന്നു. സൂപ്പർ. അർജുൻ്റെ റോൾ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ റോളായിരുന്നു കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ലാണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആക്ടിങ് ഒക്കെ കുഴപ്പമില്ല, പക്ഷേ എവിടെയാണ് ഈ സ്ക്രിപ്റ്റിന്, തിരക്കഥയ്ക്ക് എവിടെയാണ് പാളിച്ച് സംഭവിച്ചതെന്നുള്ളതാണ് നമുക്ക്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഡെഫിനറ്റ്ലി നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. നല്ല ടിസ്റ്റൊക്കെ വരുന്നുണ്ട്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. ഫുൾ ഓഫ് സസ്പെൻസ്, നന്നായിരുന്നു. ആസിഫ് അലി അപർണ ബാലമുരളി ഭയങ്കര ഭാഗ്യ ജോഡിയാണെന്നുള്ളത് ഇതിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? വീണ്ടും ആ ഒരു ഭാഗ്യം അവരെ തുണച്ചോ? ഉണ്ട്, നന്നായിട്ടുണ്ട്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു സൂപ്പറായിട്ടുണ്ട്. കുറേ സസ്പെൻസ് ഉണ്ട്. ഒരു ആറാട്ടനായിരുന്നല്ലേ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ? പിന്നെ പടം എഴച്ചിലായതുകൊണ്ട് ആ ഒരു ഫീലുണ്ട്. പടം ആവറേജാണ്, ഏറ്റവും സൂപ്പർ ഹിറ്റ് ഒന്നല്ല, പടം ആവറേജ് ഫീലാണ്. പിന്നെ ക്ലൈമാക്സിലും ക്ലീശ ട്വിസ്റ്റാണ്, നമുക്ക് പ്രതീക്ഷിക്കാന്നുള്ളതുകൊണ്ട് പടം ഇടില്ലെന്ന് പറയാൻ പറ്റും. ചറവറ ട്വിസ്റ്റ് പടത്തിൽ മൊത്തം ട്വിസ്റ്റാണ്. അപ്പോൾ എല്ലാം നമ്മൾ പ്രഡിക്റ്റബിളാണ്. നമുക്ക് ഇത് അപ്പുറത്ത് അടുത്ത് ഇതാണ് നടക്കണം, അടുത്ത് ഇതാണ് നടക്കണം, പ്രഡിക്റ്റബിളാണ്. നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്ത് പോവുക. ന്യൂലി ഓഡിയൻസിന് എങ്ങനെയായിരിക്കും അറിയത്തില്ല. എല്ലാം ഉണ്ട്. ജിത്തു ജോസഫ് ടച്ച് എല്ലാം ഉണ്ട്, ഒരു പുതുമയില്ല, എല്ലാം പ്രഡിക്റ്റബിളാണ്.